അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, വേദിയിൽ അധിഷ്ഠിതരായ മുത്തഅല്ലിമീങ്ങളെ, എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിഷയം ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ, ദർശനങ്ങൾ ഇന്ത്യയിലൂടെ കടന്നു പോവുകയാണ്. നാം ചിന്തിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഉണ്ടാകുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ആ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അവകാശങ്ങൾ ദുരീകരിക്കപ്പെടുമ്പോൾ നമ്മളതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1991 നരസിംഹറാവു പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ആ ഇന്ത്യ ആരാധനകളെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരികയാണ്. ആ ആരാധനയെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പുള്ള ബാബരി മസ്ജിദിനെ അവർ ഒഴിവാക്കുകയാണ്. BJP RSS ആ ബാബരി മസ്ജിദിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ആരാധന നിയമത്തെ കൊണ്ടുവരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മളെ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്നും പല പ്രസംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല MP-മാരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. പോടാ, പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെയും പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുക ചെയ്യുന്നത്. എവിടെയാണ് നാം ജീവിക്കുന്നത്? ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവൻ്റെതായ അവകാശങ്ങൾ ഈ രാജ്യത്തുണ്ട്. ആ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയെ മറിച്ച് എഴുതിക്കൊണ്ടാണ് RSSഉം BJPയും ഇന്ന് ഭരണം കൊണ്ടാടുന്നത്. ഏത് മനുഷ്യനും, ഇന്ത്യൻ പൗരനാകുന്ന മനുഷ്യൻ, അവന്റെ അവകാശങ്ങൾ ഇവിടെ ധ്വംസനിക്കപ്പെടുമ്പോ നമ്മൾ എന്താണ് ഉണർന്ന് ചിന്തിക്കാത്തത്? നമ്മള് ആ MLA പറയുന്ന ആളുകൾ അവരൊക്കെ എന്താണ് ഇന്ത്യക്ക് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവരെ തറവാട് സ്വത്തല്ല ഇന്ത്യ എന്നുള്ളത്. നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന പരമ്പരയാണ് മുസ്ലിമീങ്ങളുള്ളത്. ആ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ പെയ്ത മഴയിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് വിശാലമായൊരു മതമാണ്. ആ മതത്തെ വർഗീകരിച്ചുകൊണ്ട്, ആ മതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് RSS കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടു മുമ്പ് NRC കൊണ്ടുവരികയാണ്. NRC കൊണ്ടുവന്നുകൊണ്ട് എല്ലാ മുസ്ലിമുകളെ മാത്രം അവിടെ നിന്ന് ഒഴിവാക്കുന്ന ഒരു സംഗതി കൊണ്ടുവരികയാണ്. ഇതൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമായി മാറ്റാനുള്ളതാണ്. അവരുടെ 100ാം പദ്ധതി തന്നെ ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുക എന്നതാണ്. അതിന്റെ ഒരു ഘട്ടമായിട്ടാണ് ഈ ന്യൂനപക്ഷങ്ങൾ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ചിന്തകൾ. ആ ചിന്തകളൊക്കെ അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. നാം അവരോട് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ ഹിന്ദുക്കൾ മാത്രമല്ല എന്നവർ ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും നേടിക്കൊടുത്ത, എല്ലാവരും അവരുടെ രക്തം പുരട്ടിക്കൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്നും നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങളെ ധ്വംസനിക്കപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യമാകുമ്പോ അവിടേക്ക് എല്ലാ മനുഷ്യർക്കും അവൻ്റെതായ അവകാശങ്ങളുണ്ട്. അവൻ്റെതായ ആരാധനകളും സൽക്രമങ്ങളും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ധ്വംസനിക്കപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല നിലയ്ക്ക് ഈ രാജ്യത്തെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ആ ജനാധിപത്യ രാജ്യത്ത് അവൻ്റെതായ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവന് അവകാശമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരുടെ സ്കോളർഷിപ്പ് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് നൽകപ്പെടേണ്ട അവകാശങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സംഗതിയാണ് കണ്ടുവരുന്നത്. പുസ്തകങ്ങളിൽ പോലും നമ്മുടെ പൂർവികര ആളുകൾ അവരുടെ അടയാളപ്പെടുത്തലേക്ക് പോലും ഇന്ന് RSSന്റെ യൂണിവേഴ്സിറ്റികൾ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നാം കണ്ടുവരികയാണ്. എല്ലാ നിലക്കും മുസ്ലിമീങ്ങളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് കണ്ടുവരുമ്പോൾ അതിനൊക്കെ നാം പ്രതിഷേധിക്കേണ്ടതുണ്ട്. നമ്മളെ മൗനമല്ല, നമ്മളെ മൗനം
മാത്രം പോരാ, നമ്മളെല്ലാ നിലക്കും ആ മാറ്റിനിർത്തലോട് എതിർപ്പുകളോട് നമ്മൾ സമരം നടത്തേണ്ടതുണ്ട്. അതിന് എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിക്കേണ്ടതുണ്ട്. നമ്മള് എല്ലാ രാജ്യത്തുകാരുടെ നമ്മുടെ ഈ രാജ്യം നല്ലതുപോലെ സംസ്കാരത്തിലും സമൃദ്ധമാകുന്നോ എന്ന് മാത്രം നമ്മളെ ഈ രാജ്യത്ത് ആ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആ മുന്നേ ആ ഒത്തൊരുമ എന്നും നിലനിർത്തേണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.